ബൽറാം, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകരർ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്, തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശവാസികളിൽ നിന്നുള്ള വിവരം ഏറെ നിർണായകമാണല്ലോ. ഏതെങ്കിലും തരത്തിൽ പ്രദേശവാസികളുടെ പിന്തുണയില്ലാതെ, ആരുടെയെങ്കിലുമൊക്കെ പിന്തുണയില്ലാതെ ഇത്തരത്തിലൊരു ആക്രമണം നടക്കില്ല എന്നൊരു പ്രാഥമിക നിഗമനവുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഭീകരരിലേക്ക് എത്തിച്ചേരുന്നതിനായി ഈ ചോദ്യം ചെയ്യൽ, തുടർന്നുള്ള നടപടികളൊക്കെ ഇന്ന് എങ്ങനെയായിരിക്കും നടക്കുക? ക്രിസ്റ്റീന, ഈ ചോദ്യം ചെയ്യൽ നടപടികൾ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ പ്രദേശവാസികളുടെ സഹകരണമില്ലാതെ ഇത്തരത്തിൽ ഒരു ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല വിജയകരമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മുൻപ് പല സാഹചര്യങ്ങളിലും ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം പ്രദേശവാസികളുടെ പൂർണ്ണ സഹകരണം പോലീസിന് ലഭിക്കുന്നുണ്ട്. അത് അന്വേഷണത്തിലും ഈ ഭീകരവാദികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിലും എല്ലാം തന്നെ പ്രദേശവാസികൾക്ക് പങ്കുണ്ട്. കാരണം ഈ ആക്രമണം ഏറ്റവും വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികളെയാണ്, വിനോദസഞ്ചാര മേഖലയെയാണ്, സാധാരണക്കാരുടെ ഉപജീവന മാർഗത്തെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രദേശവാസികൾ കൃത്യമായി തന്നെ സഹകരിക്കുന്നുണ്ട്. ഈ ഭീകരരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇനിയുള്ള തുടർ അന്വേഷണത്തിൽ. പ്രധാനമായും ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഇവർ കുറച്ചു നാൾ മുമ്പ് തന്നെ എത്തി ഈ പരിശോധന നേരത്തെ നടത്തി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ കൃത്യമായി തന്നെ മുൻപ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതി ആയി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഈ പ്രദേശം കണ്ടെത്തിയതും ഈ ആക്രമണം നടത്തിയ സമയവും ഒപ്പം തന്നെ ദിവസവും ഉൾപ്പെടെ തീരുമാനിച്ചതിലെല്ലാം തന്നെ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഭീകരർക്ക് അല്ലെങ്കിൽ അവരുടെ സഹായികൾ മുൻപ് ഈ പ്രദേശം സന്ദർശിച്ച് ഉറപ്പുവരുത്തിയ ആളുകളോ അല്ലെങ്കിൽ ഇവിടെ ഈ പ്രദേശവുമായി ഏറെ പരിചയമുള്ള ആളുകളോ ആണ് എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നാട്ടുകാരിൽ നിന്ന് മാത്രമായിരിക്കും പോലീസിന് ശേഖരിക്കാൻ കഴിയുക. അതിനായി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇന്നും ഉണ്ടാകും. ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ, ഈ ആക്രമണം നടന്ന പ്രദേശം എന്നുള്ളത് സ്ഥിര താമസക്കാർ ഈ മേഖലയിൽ കൂടുതലായി ഇല്ല. ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല. കുതിരപ്പുറത്തോ നടന്നോ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന് സമീപ പ്രദേശത്തും ചേർന്ന് കിടക്കുന്ന വനമേഖലയുമായി സമീപ പ്രദേശത്തും താമസിക്കുന്ന ആളുകളിൽ നിന്നുള്ള മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഇവർ ഈ മേഖലയിലേക്ക് എത്തിയ വാഹനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. സമീപ ദിവസങ്ങളിൽ അസ്വാഭാവികമായ നീക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭീകരർക്ക് നിരീക്ഷണം ഉണ്ടായിരുന്നു. അവരോടൊപ്പമുള്ള മറ്റാരെങ്കിലും ഈ പ്രദേശത്ത് തന്നെ ഒളിച്ചിരുന്ന ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവർ നിരീക്ഷിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ നാട്ടുകാരിൽ നിന്നുമുള്ള ലഭിക്കുന്ന വിവരങ്ങൾ ഏറെ നിർണായകമാകും. അതിനായുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന രേഖാചിത്രങ്ങൾ, ഫോട്ടോകൾ ഇവയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ ഭീകരരിലേക്ക് എത്തുന്നതിനുള്ള വിവരങ്ങളും ഈ നാട്ടുകാരിൽ നിന്ന് ലഭിക്കേണ്ടത് ഏറെ നിർണായകമാണ്. അത്തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായി തന്നെ ഈ തെരച്ചിൽ നടപടികളിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ ഇത് വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിർണായക വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർന്നുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനായാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. തെരച്ചിൽ നടപടികളും പുരോഗമിക്കുകയാണ്. ഭീകരർ ഏറെ ദൂരം പോയിട്ടില്ല ഈ ആക്രമണം നടന്ന മേഖലയിൽ നിന്നും എന്നുമുള്ള നിഗമനം പോലീസിന് ഉണ്ട്. ഇതനുസരിച്ചുള്ള ഊർജിതമായ തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരച്ചിലിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയും ഏജൻസികൾ, പ്രത്യേകിച്ച് CRPF ആണ് ഈ മേഖലയിൽ തെരച്ചിലിനായി കൂടുതലായി വിന്യസിച്ചിരിക്കുന്നത്, അവർക്ക് ഉണ്ട്. പോലീസുമായി ചേർന്ന് ഇത്തരം ലഭ്യമാകുന്ന വിവരങ്ങൾ CRPF കൈമാറുന്നുണ്ട്. ഒപ്പം ഈ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകണം എന്നുള്ള ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഭീകരവാദ സാന്നിധ്യം ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ അത് രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറിയിരുന്നു. ഈ മേഖലകളിലെല്ലാം തന്നെ ജമ്മു
കശ്മീരിലെ ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അത് ഉൾപ്പെടെ ആലോചനയിലുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഭീകരവാദ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 4 ഇടങ്ങളിൽ ഒരേ സമയം പോലീസ് ഉൾപ്പെടുന്ന സംയുക്ത സേന തെരച്ചിൽ നടത്തിയതും അതിനിടെ ഏറ്റുമുട്ടലുണ്ടായതും 3 ഇടങ്ങളിലാണ് ഇന്നലെ മാത്രം ഏറ്റുമുട്ടലുണ്ടായത്. രാത്രി തെരച്ചിൽ നടപടികൾ നടത്താൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ രാവിലെ ഈ ഓപ്പറേഷൻ പുനരാരംഭിക്കും എന്നാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, കശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ തുടരുകയാണ്. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വാർത്താസംഘത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.